ആലപ്പുഴയിൽ വീണ്ടും പാമ്പ് കടിയേറ്റ് മരണം. കുട്ടനാട് വൈശ്യം ഭാഗത്ത് ഇന്ദിരയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. 15 മിനിറ്റ് കൊണ്ട് നാട്ടുകാർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മൂർഖൻ എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യസമയത്ത് ആന്റിവനം കൊടുത്തെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിലിരിക്കെ ഇന്ദിര മരിച്ചു. മനീഷ് മഹിപാലുണ്ട്. മനീഷ്, സാധാരണ 1 മണിക്കൂറിനുള്ളിൽ ആന്റിവനം കൊടുത്താൽ 90% കേസുകളിലും രക്ഷപ്പെടേണ്ടതാണ്. അങ്ങനെ രക്ഷപ്പെട്ട കഥകളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് 15 മിനിറ്റ് കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഇന്ദിരയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. എവിടെ വെച്ചാണ് ഇന്ദിരയ്ക്ക് കടിയേറ്റത്? വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പക്ഷേ ആന്റിവനം കൊടുത്തിട്ടും രക്ഷിക്കാൻ പറ്റിയില്ല. മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ ഇന്ദിരയ്ക്ക്? അരുൺകുമാർ, ഞാൻ നിലവിൽ ഈ മരിച്ച ഇന്ദിരയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കുട്ടനാട് വൈശ്യം ഭാഗത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ പറമ്പിന്റെ ദൂരെ കാണുന്ന ആ അടയ്ക്ക മരത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ഇന്ദിരയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുന്നത്. ഇന്ദിരയുടെ വീടാണ്. വീടിന്റെ പുറകിലാണ് ശുചിമുറിയുള്ളത്. ശുചിമുറിയിലേക്ക് ഇന്നലെ വൈകിട്ട് ഇവർ 5 മണിക്ക് ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് തിരികെ വന്ന് വീട്ടിലെത്തിയ ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പട്ടി കുരച്ചിരുന്നു, നായ കുരച്ചിരുന്നു. പക്ഷേ നായയുടെ കുര ഈ പാമ്പിനെ കണ്ടിട്ടാണെന്ന് ഇന്ദിരയ്ക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ ഈ ആ തിണ്ണയിൽ നിന്ന് താഴേക്ക് ഈ പറമ്പിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് പൊടുന്നനെ മൂർഖൻ പാമ്പാണ് കടിച്ചത്. ഇന്ദിരയ്ക്ക് തന്നെ മനസ്സിലായി, മകളോട് പറഞ്ഞു മൂർഖൻ പാമ്പാണ് കടിച്ചത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ ഇവരുടെ ഈ പരിസരത്ത് മൂർഖൻ പാമ്പിനെ കണ്ടിരുന്നു. അത് മകൾ രശ്മി അത് മൊബൈൽ പകർത്തുകയും ചെയ്തിരുന്നു. ആ മൂർഖൻ പാമ്പ് കടിച്ച ഉടൻ തന്നെ ഒരു 10-15 മിനിറ്റ്, അതായത് ഇവിടെ നിന്നും ആലപ്പുഴ കുട്ടനാട് വൈശ്യം ഭാഗത്ത് നിന്നും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാക്സിമം സമയം മതി. അത്രയും സമയം കൊണ്ട് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് എത്തി. മൂർഖൻ പാമ്പാണെന്ന് ഇന്ദിര തന്നെ സ്ഥിരീകരിച്ചു. അവിടെ എത്തിയതോടെ ഇന്ദിരയുടെ ബോധരഹിതയായി. പക്ഷേ മൂർഖൻ പാമ്പെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മൂർഖൻ പാമ്പിന് കടിച്ചാൽ കൊടുക്കേണ്ട ആന്റിവെനം അവിടെ വെച്ച് 1 മണിക്കൂറുള്ളിൽ തന്നെ കൊടുത്തു. പിന്നീട് തീവ്ര പരിചരണ വിഭാഗത്തിലിരിക്കെ രാത്രി 9:30-ക്കാണ് ഇന്ദിര മരിക്കുന്നത്. ഇവിടെ ഈ കുട്ടനാട് പ്രദേശത്ത് ഒരുപാട് മൂർഖൻ പാമ്പിന്റെ സാന്നിധ്യം ഒരുപാടുള്ള പ്രദേശമാണ്. ഇവിടെ ഈ പരിസരത്ത് തന്നെ പലതവണ മൂർഖൻ പാമ്പിനെ കണ്ടവരുണ്ട്. മകൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പകർത്തിയ മൂർഖൻ പാമ്പിന്റെ ദൃശ്യങ്ങളടക്കമുണ്ട്. എന്താണെങ്കിലും മകൾ നമുക്കൊപ്പമുണ്ട്. ഇന്നലെ ഈ പട്ടി പാമ്പിനെ കണ്ട് നായ കുരച്ചിരുന്നു അല്ലേ? ഞങ്ങൾ വരുമ്പം അത് അവിടെ നിന്ന് കുരയ്ക്കുമായിരുന്നു. അപ്പം ഇതെപ്പോഴും ഇങ്ങനെ കുരയ്ക്കുന്നതാണ്. ഞങ്ങൾ വന്ന് നോക്കും, അതെന്താ സംഭവം നോക്കും. അപ്പൊ ഈ അകത്ത് ഈ ബാത്റൂമിന്റെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് മാത്രമാണ് അമ്മ പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പൊ അത് അമ്മേനെ വിടുന്നില്ല. അമ്മേനെ സാരിയെ പിടിച്ച് വലിച്ച് മാറ്റുക. അമ്മ ബാത്റൂമിൽ പോകാനുള്ള ഇതില്, കാരണം മരുന്ന് കഴിക്കുന്നുണ്ട് BP-ക്ക്. അതിന്റെ ഇതുകൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങിയതല്ലേ. അമ്മ അങ്ങോട്ട് ഇറങ്ങത്തില്ല, സന്ധ്യ മയങ്ങി വരുന്നതല്ലേ ഉള്ളൂ. അസുഖങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, പ്രഷർ മാത്രമേ ഉള്ളൂ. എത്ര നിമിഷം നേരത്തിലുള്ള ഒരു 10 മിനിറ്റുള്ള ആശുപത്രി എത്തിച്ചില്ലേ? എത്തിച്ചു. കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്തു. അവരുടെ വീഴ്ചയൊന്നും വന്നിട്ടില്ല. വീഴ്ചയൊന്നുമില്ല. അമ്മയ്ക്ക് അത് മരുന്ന് അങ്ങോട്ട് എഫക്റ്റ് ആയില്ല. 2 തവണ വെന്റിലേറ്ററിൽ അവിടെ ആ വാർഡിൽ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം മുട്ടലോടെ. അതുവരെ അമ്മ തന്നെയാണ് കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുകയും അമ്മ ഉറങ്ങാതിരിക്കാനായിട്ട് ഞാനും വർത്താനം പറഞ്ഞ് ഓരോ കാര്യം പറഞ്ഞ് അമ്മ അതിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ആണ് അമ്മ പറഞ്ഞു എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന് തന്നെ. പിന്നെ തന്നെ അവർ ഓക്സിജൻ എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടൽ കൂടി. പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റുമായിരുന്നു ചെയ്ത. അവർ മാക്സിമം അവർ ശ്രമിച്ചു. പാമ്പ് കരിമൂർഖനാണല്ലേ? വലിയ പാമ്പാണ്. കണ്ടോ? വലുത് അമ്മ കണ്ടത്. അമ്മ പറയാൻ കാര്യം ആ സെയിം സാധനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടത്. അപ്പൊ അമ്മ പറഞ്ഞു മോനെ ആ ഇത് തന്നെയാണ് എന്നെ കടിച്ചത്. അമ്മ കണ്ടു. അമ്മ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി വന്ന് പറഞ്ഞു മോനെ എന്നെ പാമ്പ് കടിച്ചു. വലിയ വലിപ്പമുള്ളതാ. അതില് ഞാൻ അന്ന് പകർത്തിയതിനകത്ത് കണ്ടാൽ അറിയാം. അത് അമ്മ തന്നെയാണ് കമ്പൗണ്ട് അതിനെ ഓടിക്കുന്നത്. കാരണം കുഞ്ഞുങ്ങളെല്ലാരും കളിക്കുന്ന ഈ റോഡ് സൈഡിലാ ഓടിക്കളിക്കുന്നത്. അപ്പം ഇവിടുത്തെ കാവിലൊരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ എല്ലാരും പോകുന്ന ആ വഴി തന്നെയായിരുന്നു ഈ സംഭവം. ഞാൻ അപ്പൊ തന്നെ പകർത്തിയെന്ന് വെച്ചാൽ ഈ പിള്ളേര് ഈ പറമ്പിലൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്, ഒന്ന് പേടിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാനത് അവരെ കാണിക്കാൻ വേണ്ടി എടുത്തതാ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഇപ്പൊ ഇവിടെ ഈ കണ്ടത്തിൽ ഇനി വെള്ളം കയറ്റുവാണെങ്കിൽ ഒന്നും കൂടി കരയ്ക്ക് കയറും. കുറെ ഉണ്ട്, മാളങ്ങളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പണ്ട് മുതലേ ഉള്ളതായത്. അരുൺകുമാർ, ഈ സംഭവം ദൗർഭാഗ്യകരമാണ്. ഇവര് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ ഈ പാമ്പ് ഈ പ്രദേശത്തുണ്ട് എന്ന രീതിയിൽ ഒരു ആളുകൾക്കൊക്കെ തന്നെ അറിയിക്കാൻ വേണ്ടി ബോധവൽക്കരണം എന്ന രീതിയിൽ ആ വിഷ്വൽസ് വാട്സപ്പ് ഒരു പ്രചരിപ്പിച്ചാണ്. പക്ഷേ ഈ ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. വലിയ വലിപ്പമുള്ള പാമ്പാണ് അല്ലേ? കുറച്ച് നീളമുള്ള പാമ്പാ അത്.
ഇത്തിരി വലിപ്പമുള്ള പാമ്പിൻ കുഞ്ഞൊന്നുമല്ല, നല്ല വലിപ്പമുള്ള മൂർഖനാണ്. ഇതാണ് കടിച്ചതെന്ന് നമുക്ക് നിശ്ചയമില്ലെങ്കിൽ പോലും മൂർഖനാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാവും. ആ സമയത്ത് കമ്പൗണ്ട് എടുത്ത് വിടുകയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ ഈ സമയത്ത് അറിയാതെ ആ ഭാഗത്തേക്ക് ഈ പട്ടി കുരച്ചപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ദിരാമ്മയ്ക്ക് ആ കടി ഏൽക്കില്ലായിരുന്നു. പക്ഷേ അത് അങ്ങനെ ശ്രദ്ധിക്കണമെന്നുമില്ല. പാമ്പിനെ പിടി കിട്ടിയിട്ടുമില്ല അല്ലേ മനീഷ്? ആ പാമ്പ് കടിച്ചിട്ട് പോവുകയും ചെയ്തു. അത് ആ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ? അതെ അതെ, ഈ പരിസരത്ത് സ്ഥിരമായി പാമ്പുകളുള്ള സ്ഥലമാണ്. സാധാരണ കുട്ടനാട്ടിൽ ഈ രണ്ടാം കൃഷി, അതായത് ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ പാടശേഖരം പിന്നീട് തരിശായി കിടക്കും. ആ സമയത്താണ് ഈ പാടശേഖരങ്ങളുള്ള അല്ലെങ്കിൽ അവിടെയുള്ള പാമ്പുകൾ പിന്നീട് വീടുകളിലേക്ക് എത്തുക. മറ്റൊന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്തും പിന്നീട് ഈ കടുത്ത വേനൽ സമയത്തുമാണ് മൂർഖൻ പാമ്പ് അടക്കമുള്ള വിഷപ്പാമ്പുകൾ വീട്ടിലേക്ക് കയറുക. എന്താണെങ്കിലും ഇവിടെ ഈ ഒരു സംഭവം ഇപ്പോൾ നായ കുരച്ച സമയത്ത് അതിന്റെ ഒരു ജാഗ്രത മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ആന്റിവനം കൊടുക്കുകയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ ഇനി ആശുപത്രിയുടെ ഭാഗത്തുകൊണ്ട് വിശദീകരണം ഉണ്ടാകണം. മറ്റെന്തെങ്കിലും ആരോടും പരാതിയൊന്നുമില്ല. അത് കൃത്യസമയത്ത് മരുന്ന് കൊടുത്തു, മരുന്ന് എഫക്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. താങ്ക് യു മനീഷ് മഹിവാൽ കാര്യങ്ങൾ വിശദീകരിച്ചതിന്. ഇങ്ങനെയുള്ള വീടുകളിലാണ് നമ്മുടെ രാജ്യത്തൊരു പഠനമുണ്ട്. പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ 53% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യരാണ്. വയോധികരും സ്ത്രീകളും കുട്ടികളുമാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. പുരുഷന്മാരും ഉണ്ട്. നമുക്കറിയാമല്ലോ, ആലപ്പുഴയിൽ വെച്ച് തന്നെയാണല്ലേ പി കൃഷ്ണപിള്ളയ്ക്ക് പണ്ട് പാമ്പ് കടിയേറ്റ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂട് സമയത്ത് പാമ്പ് പുറത്തു വരാനുള്ള കാരണം, നമുക്കൊക്കെ ശരീരത്തിന് ഈ താപനിലയ്ക്ക് അനുസരിച്ച് ശരീരത്തിന് ഊഷ്മാവ് ക്രമീകരിക്കാനുള്ള കഴിവുണ്ടാവും. ഇപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ വീർപ്പിറ്റിച്ച് നമ്മൾ ചൂട് കുറയ്ക്കാൻ ശ്രമിക്കും. ഇനി തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മന്ദീഭവിപ്പിച്ച് അല്ലേ, അത് കൂടുതൽ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. കൂടുതൽ വിശപ്പുണ്ടാകുന്ന സമയം ആ സമയത്താണ്. പക്ഷെ പാമ്പിന് അതിനൊന്നുള്ള കഴിവില്ല. ശീതരക്ത ജീവികളാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് പാമ്പ് ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇര തേടാൻ വേണ്ടി ഇറങ്ങും, ഒന്ന് തണുപ്പിന് വേണ്ടിയും ഇറങ്ങും. ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങളിലാണ് പാമ്പ് ഇറങ്ങുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തണുപ്പുള്ള ഇടങ്ങൾ, പ്രത്യേകിച്ച് കിണറിൻ്റെ വട്ടത്തിൻ്റെ ഭാഗത്ത്, പടിയുടെ സിറ്റൗട്ടിൻ്റെയൊക്കെ പടിയുടെ തൊട്ടു താഴെ, ചെരുപ്പിൻ്റെ അടിയിൽ, മറയുള്ള ഭാഗങ്ങളിൽ, ഹെൽമെറ്റിൻ്റെ അടിയിലൊക്കെ ഈ പാമ്പ് കിടക്കാം. ഇരുചക്ര വാഹനങ്ങളുടെ അടിയിൽ, ടയറിൻ്റെ അടിയിൽ കയറിയിരിക്കാം. ഇങ്ങനെ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഇറങ്ങാൻ. വളരെ സൂക്ഷിച്ച് നോക്കുക. തറയിൽ കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ പുതപ്പ് 2 തവണ കുടഞ്ഞിട്ട് കിടക്കുക.